മുതലാളി കോഫി. എന്റെ പൊന്നു, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഈ കോഫി ഹൗസിൽ ഒരു മനുഷ്യൻ കയറാത്തന്റെ കാര്യം എന്താണ്. ഇനി മുതൽ കസ്റ്റമറുടെ അടുത്ത് എടുത്തിട്ട് ലിപ്പ് കൊടുത്താൽ മതി, ഞാനിവിടെ നിന്ന് ഡബ് ചെയ്തോളാം. യെസ് ബോസ്. ഓ, ഇങ്ങനെ വാതുറക്കല്ലേ പോ. ചേട്ടാ, ആ, ഞാൻ ഈ കോഫി ഹൗസിങ് എടുക്കുക. എടുക്കണോ? അപ്പൊ ഞാനെവിടെ പോവാൻ? അങ്ങനല്ല, ഒരു ദിവസത്തേക്ക് വേണ്ടി ഞാൻ എടുക്കുക. വാടക എടുക്കാനാ? ആ, അതെന്തിനാണ് എനിക്ക്? എനിക്കൊരു പ്രണയമുണ്ട്. എത്ര പലിശ? അത് പണയം, ഇത് പ്രണയം. പ്രണയം? പറയോ. അപ്പോ എന്റെ പ്രണയിനിയെ ഞാൻ വിളിച്ചിട്ടേ ഇവിടെ ചേട്ടൻ ചില സെറ്റപ്പുകളൊക്കെ ചെയ്തു. നീ എന്താണ് എന്നെ കുറിച്ച് കരുതിയത്? കാര്യം ശരി, എനിക്ക് ഇത്തിരി കടമുണ്ട്, ഞാൻ ആകെ പൊട്ടി പാലിച്ചായിട്ട് കയറി. എന്നിട്ട് ഈ മക ചെറ്റത്തരത്തിന് ഞാൻ കൂട്ടി വെക്കില്ല. ചേട്ടൻ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ, കുറ്റി അടിച്ച് അവിടെ ഇരിക്കാം. ഇങ്ങോട്ട് വന്നേ. കാര്യം പറഞ്ഞേ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാവോ? എന്താണ്? വാലന്റൈൻ. എന്നെഴുതി? പ്രണയിനിയോട് നമ്മുടെ പ്രണയം തുറന്നു പറയുന്ന ദിവസമല്ലേ? എനിക്കൊരു പ്രണയിനിയുണ്ട്. അവരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇവിടെ വെച്ചൊരു കേക്ക് മുറിച്ചിട്ട് എന്റെ പ്രണയം ഞാൻ അവരോടൊന്ന് തുറന്നു പറയുന്നു. നമ്മുടെ കോഫി ഹൗസിൽ വെച്ച് അപ്പൊ തെളിച്ച് പറയണ്ടേ, എന്നാലും എനിക്ക് കാര്യം മനസ്സിലാവുള്ളൂ. ഒരു ദിവസത്തേക്ക് വാടകയ്ക്ക് ഇത് ഗുണം തന്നാ മതി. അപ്പൊ കേക്ക് ഇങ്ങനെ മുറിച്ചിട്ട് ഞാൻ ഒരു മോതിരം അതിനകത്ത് വെച്ച് ഇങ്ങനെ കൊടുക്കുന്നു. അത് ചേട്ടനൊന്ന് സംഭവം സിനിമാറ്റിക്കാക്കി ഞാൻ തരാം. എന്റെ ഉള്ളിലൊരു ഡയറക്ടർ ഒളിഞ്ഞ് കിടപ്പുണ്ട്. ആണോ? നമുക്ക് കേക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ സെറ്റ് ചെയ്യാം. എന്നിട്ട് മോതിരം അല്ലേ, മോതിരം അതിനകത്ത് വെക്കാം. അതിനകത്ത് വെക്കുന്നു. പുള്ളിക്കാരി കട്ട് ചെയ്യുന്നു, മോതിരം കിട്ടുന്നു. അപ്രതീക്ഷിതമായിട്ട് കിട്ടുമ്പോ അവരെ മോതിരം ചേട്ടാ. അപ്പൊ നീ എന്താ ചെയ്യാ? ആ സമയത്ത് ഞാൻ എന്ന് ഞാൻ അങ്ങനെ പറയരുത്, മുട്ടുകുത്തി എന്നിട്ട് പറയണം. ഒരു മുട്ട ഇങ്ങനെ കുത്തിയിട്ട്. അത് നിസ്സാരല്ലേ? നല്ല പ്രായമുണ്ടല്ലേ, അടിച്ച് ഇറങ്ങിയേക്കാണ്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ പറയണം. ഈ പറയണ സമയത്ത് മുകളിൽ നിന്ന് കുറച്ച് ഗിൽറ്റ് പേപ്പർ ഇങ്ങനെ വീണാല വാരി വിതറി പൂക്കള് പോലെ അത് കിടക്കും. അപ്പുറം ഇപ്പുറം കുറച്ച് ബലൂൺ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാല. ഞാൻ പറഞ്ഞില്ല, എന്റെ ഉള്ളിൽ ഒരു ഡയറക്ടർ ഉറങ്ങി കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ നിഷ്കളങ്കരായ 2 മാലാഖമാര്, കുഞ്ഞു മാലാഖമാര്, കൊച്ചരി പല്ലുകൾ കാട്ടി ഇങ്ങനെ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വന്നു കഴിഞ്ഞാല് അവിടുന്ന് ഇവിടുന്നു നോക്കരുത്. എങ്ങനെ ഉണ്ടാവും? ഈ സമയത്ത് ഒരാള് ഫോട്ടോ കിട്ടിട്ട് വയലിനും കൂടി ബാക്ക്ഗ്രൗണ്ടിൽ വായിച്ചാലെങ്കിൽ ഉണ്ടാവും. ഇത് കിടക്കും. പക്ഷെ വേറെ കേസുണ്ട്, ആശയമുണ്ട്. എത്രയാവും? എത്രയാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബലൂൺ, ഗിൽറ്റ്, മാലാഖ, ചിട്ടട കാശി. ഇതൊക്കെ ചിട്ടപ്പെടുത്തി എടുക്കണ്ടേ? ഇതൊക്കെ സെറ്റപ്പ് ആക്കുമ്പോ ഏകദേശം ഒരു 75,000 രൂപ വേണ്ടി വരും. 2500 രൂപയ്ക്ക് നടക്കൂ. എന്താടാ നീ ഒരു മര്യാദ വേണ്ട കാശ് കൊടുക്കണേന്. ഞാനുള്ള പൈസക്ക് ഞാൻ ഒരു മോതിരം വാങ്ങിച്ചു. അപ്പൊ ഇനി 2500 രൂപയുള്ളൂ. അത്തച്ചിട്ട് പിടിച്ചതാ. നടക്കൂലടാ 2500 രൂപ. എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ നീ ഒന്ന് കൂട്ട്. ഒരു 50 രൂപ കൂട്ടാം. പോണ്ട നീ. പിന്നെ ഒരു 5000 രൂപ ഞാൻ ഇത്ര കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തരാം. ശരി, ഞാൻ പലിശക്ക് എടുത്തെങ്കിലും തരും. 5000 രൂപ. ഓക്കെ, സെറ്റ് ചെയ്യാവോ? എവിടെ മോതിരോട്? ഓക്കെ, മോതിരം നമ്മൾ ഇതിനകത്ത് വെക്കുന്നു. അതിനുശേഷം ഈ കുട്ടിക്ക് കിട്ടുമ്പോ അതിന്റെ ക്യൂവേഡ് പറയണം, എന്നാലും എനിക്ക് കാര്യങ്ങൾ സെറ്റ് ആക്കാൻ പറ്റും. മോതിരം അതാണ് നമ്മുടെ ക്യൂ. ഉണ്ടാവും. അപ്പുറം ഉണ്ടാ ഇതൊക്കെ സെറ്റ് ചെയ്യണം. ആ ബലൂൺ എന്തിയാ? ബലൂൺ നമ്മളെ പിള്ളേരുടെ അപ്പുറം ആണോ? ബലൂൺ കേക്ക് ഇവിടെ സെറ്റാണ്, എല്ലാം സെറ്റാണ്. വയലിൻ വരും, മാലാഖമാര് വരും, മോളിൽ ഗിൽറ്റ് വരും, എല്ലാം വരുമെന്ന് നീ വിളിച്ചോ. എന്നാ പിന്നെ കേറി വന്നാട്ടെ. ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു. ടേക്ക് യുവർ സീറ്റ്. കയ്യിൽ എഴുതി വെച്ചിട്ട് ആദ്യം കണ്ടപ്പോ എന്ത് ചോദിക്കണമെന്ന് അറിയാൻ വയ്യാതെ എന്തെങ്കിലുമൊക്കെ ചോദിക്കേ. ഒരു 500 രൂപ കടം തരുമോ? സ്ഥിരം ചോദിച്ച് ശീലിച്ചു പോയതുകൊണ്ട് അറിയാതെ വന്നു പോയതാ. സോറി. ചിപ്പി നല്ല. അതെ, ചിപ്പി റെക്കോർഡിക്കൽ. ചിപ്പി എന്നാ പേര്, റെക്കോർഡ് ചെയ്തിട്ടില്ല. മുത്തു റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മുത്തു ചിപ്പി, മുത്തുച്ചിപ്പി വായിച്ചിട്ടുണ്ടോ? എടുക്കട്ടെ, ഇവിടെ ഇരിപ്പുണ്ട്. എടാ, കഴിഞ്ഞ ലക്കത്തിലെ അടിപൊളി കഥയിരുന്നു. നിങ്ങൾ വേറെ മൂഡിലേക്ക് മാറുന്നു. ഇത് വേറെ മൂഡാണ്. ചേട്ടൻ എന്താ ഇത്ര നാളായിട്ടും കല്യാണം കഴിക്കാതിരുന്നേ? പെണ്ണേരന്റെ അറിയില്ല. എങ്ങനെ? പെണ്ണ് കിട്ടിയില്ലെന്ന് അങ്ങനെ പറഞ്ഞു.
അതല്ല, നല്ലൊരു പെണ്ണ് കിട്ടണ്ടേ? എന്നെ കണ്ടപ്പോ എന്താ ഇഷ്ടമായത്? പ്രായവും പക്വതയും സൗന്ദര്യമുള്ള ഒരു പെണ്ണെ കണ്ടപ്പോ ഇഷ്ടമായത്. അതെ, ഇവിടെ വരാൻ പറഞ്ഞതിന്റെ കാര്യം എന്താ? കോഫി ഹൗസിലാണല്ലോ സാധാരണ പ്രണയം തുടങ്ങുന്നത്. എന്നിട്ട് കള്ള് ഷാപ്പിൽ അവസാനിക്കും. അങ്ങനെയല്ലേ സാധാരണ പ്രണയം? കോഫി ഹൗസിൽ തുടങ്ങി കള്ള് ഷാപ്പിൽ വെള്ളം അടിച്ച് തീരൂലടാ. എന്റെ പൊന്നിയേട്ടാ, ഇത് കുളവാക്കല്ലേ? ചേട്ടാ, കല്യാണം കഴിഞ്ഞിട്ട് എന്താ പരിപാടി? കല്യാണം കഴിഞ്ഞിട്ട് എന്താ പരിപാടി? കൈ കഴുകണം. കൈ കഴുകണോ? അല്ല, നമ്മൾ സദ്യ കഴിക്കാൻ പോവില്ലേ, അപ്പൊ കൈ കഴുകും. അയ്യോ, അതല്ല ഞാൻ ചോദിച്ചേ. ഹണിമൂണൊക്കെ പോകണ്ടേ? ചിട്ടി പൈസ പിടിച്ച പോക്കറ്റ് വെച്ചിരിക്കുകയാണ്, അത്തച്ചിട്ടി. അത് നമ്മൾ അടിച്ച് പൊളിക്കും. അതെ, നമുക്ക് കുറെ കുട്ടികൾ വേണം. അയ്യോ, എനിക്ക് പണിക്ക് പോകണം. അത്തച്ചിട്ടിയുടെ പൈസ അടക്കണ്ടായ? എന്റെ അത്തച്ചിട്ടി. ഓക്കെ ഓക്കെ, നമുക്ക് ഹണിമൂണിന് പോയാൽ പോരെ? നമുക്ക് എവിടെ പോണം? വെള്ളച്ചാട്ടം കാണാൻ പോയാലോ? അതിരപ്പള്ളിയിലാണോ? അല്ല, നമ്മുടെ വാട്ടർ അതോറിറ്റി പൈപ്പ് പൊട്ടി കിടക്കില്ലേ, ഇങ്ങനെ വരുന്ന പൂങ്കല പോലെ. എന്ത് രസമാണെന്നറിയോ? അവരിപ്പോഴും അടയ്ക്കത്തില്ല. നമുക്കത് കാണാം, നല്ല ഫോട്ടോ ഒക്കെ എടുക്കാം. ചേട്ടൻ തന്നെ തമാശയൊക്കെ പറയല്ലേ? സത്യം പറഞ്ഞ ഞാനൊരു സരസനാണ്. മുത്തുന്നല്ലേ പറഞ്ഞേ? രസികപ്രിയനാണെന്നാ ഞാൻ പറഞ്ഞത്. അല്ല, സത്യത്തിൽ നിങ്ങൾ ആരാ? ഈ പ്രിയദർശനാണോ, രസികപ്രിയനാണോ, സരസപ്പനാണോ, ആരാ? മുത്തു. മുത്തു അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. ഇവിടെ നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്ത് എന്റെ പ്രണയം അങ്ങോട്ട് ഞാൻ പറയാം. ഓക്കെ, ചെയ്യാൻ വേണം. ഒറ്റ മിനിറ്റ്. പ്ലീസ് അലർട്ട്. എല്ലാവരും സെറ്റ് ആയിട്ട് കേട്ടോ. ഓക്കെ. അപ്പം എന്റെ ആദ്യത്തെ പ്രണയം മനസ്സിന് സന്തോഷമായിട്ട് തന്നെ ഈ കേക്ക് കട്ട് ചെയ്ത് നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. യുവമിഥുനങ്ങൾക്ക് ആശംസകൾ. എന്തോ നേട്ടാ ഇത്? മേഘാലയ അല്ല, മാലാക. ഇതാണോ മാലാക? അയ്യോ, എന്താ പിടിച്ചില്ലേ? കോഴിക്കട പോയി അങ്കവാലെല്ലാം കൂടെ പെറുക്കി എടുത്ത് ഒട്ടിച്ച് സെറ്റ് ചെയ്ത് ചിറകം വെച്ച് വന്നപ്പോ അയാൾക്ക് പിടിച്ചില്ല. നിങ്ങൾക്ക് ആര് പറഞ്ഞു അണ്ടിപ്പരിപ്പെന്ന് പറഞ്ഞപ്പോ കേറി വരാന്? നിങ്ങൾ തേന്ന് പറഞ്ഞ അതാണ് എന്റെ ക്യൂവേഡ്. എന്റെ ദൈവം, ഇവർക്ക് ടൈമിംഗ് ഇല്ലെന്ന്. നിങ്ങളുടെ പല്ലെന്ന് കാണിക്കട്ടെ. ഇതാണോ കൊച്ചരി പല്ല്? വീടിക്കറിയാ മൊത്തം. എടാ, 2500 രൂപ ഇത്രയൊക്കെ സെറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുള്ളൂ. അല്ല, അപ്പൊ ഇനി അണ്ടിപ്പരിപ്പെന്ന് പറയുമ്പോ വന്നാ മതിയാ? എന്തത്? ഞാൻ വിളിക്കുമ്പോ ഒന്നാമതി മനുഷ്യനെ കൊല്ലാനായിട്ട്. വേറെ വിഷം മോതിരമാണ് നമ്മുടെ ക്യൂ. അതെ, ഇന്ന് ഇത് ഒന്നും ചെയ്യാൻ തെറ്റിക്കരുത്. ഒരു കാര്യം, നമുക്ക് ഒന്നുകൂടെ കട്ട് ചെയ്യാം. ശരി, പ്ലീസ് അലർട്ട്. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക തങ്കച്ച. ആ സ്ക്രിപ്റ്റ് ഒന്ന് പഠിച്ചിട്ട് വേണം പ്ലീസ്. തെറ്റിക്കില്ല നീ. ഓക്കെ. അതെ, എന്റെ പ്രണയത്തിന്റെ ആദ്യ സംരംഭമല്ലേ, അപ്പൊ സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി അത് കട്ട് ചെയ്തോളൂ. യുവമിഥുനങ്ങൾക്ക് ആശംസകൾ. ഇവർക്ക് കയറി ഞാൻ ആര് പറഞ്ഞു? ആരാണ് നിന്റെ നാള? അമ്മേ, തുണിനകത്ത് നീ മാലാക്കയാണ് പോ. കളിക്കല്ലേ നീ? മൈൻഡ് ഔട്ട് ആയി. നിങ്ങൾക്ക് ടൈമിംഗ് ഇല്ല. വൃത്തിയോട് പറഞ്ഞാലുണ്ടല്ലോ, എന്റെ ടൈമിങ്ങിനെ പറ്റി ഈ നാട്ടിലെ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. നിങ്ങൾ ഈ മുന്തിരി എന്ന് പറഞ്ഞപ്പോ കയറി വരാൻ ആര് പറഞ്ഞു? ഈ ദേ എന്ന് പറയണ എന്താ? ദയാണ് എന്റെ ക്യൂവേഡ്. അങ്ങനെ വന്നില്ലല്ലോ. ഞാൻ കറക്റ്റ് ടൈമിങ്ങിന് വന്നു. അയാൾ വരാത്തത് അയാളോട് പോയി ചോദിക്കി. അമ്മണി പോ. അമ്മണി ഞാൻ വിളിക്കുമ്പോ വന്നാ മതി എന്ന് പറഞ്ഞിട്ടല്ലേ വന്നത്. അമ്മണി വന്നില്ലേ? തള്ളിക്കറി വരുന്നു. ഇപ്പൊ വന്നേ. അമ്മയുടെ ഒപ്പം പുറപ്പെട്ടതാണ്. ഇപ്പോഴാണ് ആര്യോലന്റെ ഇവിടെ എത്തിയത്. തങ്കച്ച, എന്നെ പരാജയപ്പെടുത്താനായിട്ട് എന്തിനാണ് അവിടെ നിന്ന് വരുന്നത്? ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചു നിന്നിട്ട് നിനക്ക് കയറി വന്നാ പോരെ? അപ്പൊ അതേ കപ്പലണ്ടി എന്ന് പറയുമ്പോ കപ്പലണ്ടി ഇല്ല നിന്റെ അവന്റെ ബീഡിക്കറി വെള്ളം പല്ലുമായിട്ട് വന്നിരിക്കുക. എന്താ? സോറി മോളെ, സോറി. ഞാൻ ഈ ചേട്ടന്റെ കയ്യിൽ ഒന്ന് ഏൽപ്പിച്ചു പോയി. പോട്ടെ, അതൊന്നും നോക്കണ്ട. ഇതിനകത്ത് ഞാൻ ഒരു സർപ്രൈസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോ മിണ്ടിയാ ഞാൻ ചപ്പാക്കുറ്റി അടിച്ചാൽ കീഴുണ്ടോ? ഒരു അക്ഷരം വേണ്ടി പോരുത്. ഇയാളുടെ ആക്ഷനും ഗീക്ഷനും ഒക്കെ ഒന്നും വേണ്ട മോളെ. ഇതിനകത്തൊരു സർപ്രൈസ് ഉണ്ട്. മോളത് കട്ട് ചെയ്യുമ്പോ കൈ കിട്ടും. ഓക്കെ, കട്ടി എടുക്ക്. കൈ കൊണ്ട് എടുക്ക. അതിനകത്തുണ്ട്. കിട്ടിയ? ഇതിനകത്തില്ല. കട്ടിയുള്ള ഒന്നുമില്ല. ഒന്നുമില്ല. ഇവിടെ കട്ട് ചെയ്ത് നോക്കി.
അവിടെ ഇവിടെ ഇല്ല ഇവിടെ ഇല്ലേ? ഇല്ല ഈ സൈഡിലെങ്ങും ഇല്ല. ഒന്നുമില്ല. ഈ സൈഡില് ഇങ്ങോട്ട് വന്നാണ് മോതിരം വെച്ചില്ലായിരുന്നോ? മോതിരം വെച്ച് ഇതിനകത്ത് കാണുന്നില്ലല്ലോ. അതിനകത്ത് ഉണ്ടാവും, മര്യാദക്ക് നോക്കാൻ പറ. രണ്ട് സൈഡിലും ഇല്ല. ഇല്ല, ഇല്ല. ഇതിനകത്ത് നോക്കിയാ ഏത് സൈഡിലാണ് വെച്ചേ? ഈ സൈഡിലും ഇല്ല, ഈ സൈഡിലും എവിടെ വെച്ചേക്കുന്നത്? ഇതിനകത്തൊന്നുമില്ല കേട്ടാ. അയ്യേ, നിങ്ങൾ എവിടെ വെച്ചേക്കുന്നത്? സത്യം പറ, ശരിക്കും നിങ്ങൾ മോതിരം വെച്ചായിരുന്നു കൊണ്ട് പണയം വെച്ചോ? എന്നെ ആത്മാർത്ഥം ചോദ്യം ചെയ്തിട്ട് 2500 രൂപ ഇത്രയും സാധനം സെറ്റ് ചെയ്തിട്ട് കേവലം ഒരു മോതിരത്തിന്റെ ഈ പേരിൽ കേക്കിനകത്തുണ്ടെങ്കിൽ എടുക്കേട്ടാ. ദൈവമേ, ഞാൻ അവളെ വീട്ടിനകത്തുനിന്ന് ചാടിച്ചോണ്ട് വരുന്നു. ഞാൻ വീട്ടിന് പുറത്തിറങ്ങാതെ. ഏതാ മോതിരം? ഏതാ മോതിരം? താങ്ക് യു. ഹാപ്പി വാലന്റൈൻസ് ഡേ. അയ്യോ അഴകേ അഴകേ നനു നനവീ സൂപ്പർ. ഈ സമയത്ത് പറയാവോന്നറിയില്ല, എന്നാലും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഹാപ്പി വാലന്റൈൻസ് ഡേ. അതായിരുന്നു പിന്നെ ചേട്ടൻ എന്താ ഉദ്ദേശിച്ചത്? യോഗമില്ല അമ്മണിയെ. പാ മടക്കിക്കോ. ചിരിച്ച് മരിച്ചു ഞാൻ. എന്തൊരു സ്കിറ്റായിരുന്നു നിങ്ങളുടെ. മാലാഖ ഇങ്ങനെ വരാൻ തയ്യാറായി ദേ എന്ന് കേൾക്കാൻ വേണ്ടി നിൽക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ മാലാഖയെ നോക്കി തന്നെ കുറെ നേരം ചിരിച്ചു.